ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്താൻ ലക്ഷ്യമിട്ട് സിപിഐഎം 2 ആഴ്ചയ്ക്കുള്ളിൽ മലബാർ കേന്ദ്രീകരിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി നടക്കുന്ന പരിപാടിയെന്നാണ് വിശദീകരണം. അടുത്ത തിങ്കളാഴ്ച നടക്കുന്ന പരിപാടിയിൽ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള എം അബു ഷാവേസ് മുഖ്യാതിഥിയാകും. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, രാജ്യവ്യാപക പരിപാടിയുടെ കേരളത്തിലെ പതിപ്പ് മാത്രമാണോ അതോ സമകാലിക സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനമാണോ? സുജ, രാജ്യവ്യാപകമായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനപ്രകാരം നടത്തുന്ന പരിപാടിയാണ് എന്ന് സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമം പോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് വലിയൊരു സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടത്താനുള്ള ഒരു ആലോചന, ഒരു തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, LDF-ഉം ഇത്തരത്തിലൊരു പരിപാടി ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്താനുള്ള ആലോചനകളും നടത്തുന്നുണ്ട്. അതായത് CPM വലിയൊരു സംഗമം നടത്തുന്നു, അതിനൊപ്പം LDF എന്ന ലേബലിൽ മറ്റു പരിപാടികളും ഗാസ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ LDF ജില്ലാ കേന്ദ്രങ്ങളിൽ ഖത്തർ ഐക്യദാർഢ്യ പരിപാടി നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഖത്തറിനെതിരെയുള്ള ആക്രമണത്തിന് എതിരായ ഒരു പരിപാടിയായിരുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ പോലും ഒരു ഖത്തർ ഐക്യദാർഢ്യ പരിപാടി ആ തരത്തിൽ സംഘടിപ്പിച്ചിരുന്നില്ല. അപ്പോഴാണ് LDF ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. ഈ മാസം 29-ാം തീയതി കേരള മീഡിയ അക്കാദമിയുടെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡറെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയുമായും സർക്കാർ സഹകരിക്കുന്നുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്. മലബാറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം, അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്.